ഷേപ്പ് ചെയ്യാന്നുള്ളതാണ്. ഷേപ്പ് ചെയ്യാൻ മീൻസ് പ്ലക്ക് ചെയ്യുക. അതല്ലാതെ ഷേപ്പ് ചെയ്യേണ്ട ഒരു ഐബ്രോ ഷേപ്പിംഗ് വേറൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യില്ലേ, പ്ലക്ക് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം നമുക്ക് ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയത് കാരണം പാർലേഴ്സ് ഒന്നും ഓപ്പൺ അല്ല, ആർക്കും പോകാനായിട്ട് പറ്റില്ല. എല്ലാവരും തന്നെ വരുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം എൻ്റെ ഫേസിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഐബ്രോസ് ആണ് അത്യാവശ്യം നല്ല തിക്കാണ്, നല്ല നല്ല വൃത്തിയേടായിട്ട് ഉണ്ട്. അപ്പം അതെങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചതാണ്, വളർത്തിക്കൊണ്ട് വന്നതാണ് നമ്മുടെ ഐബ്രോസ്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അധികം വേദന ഇല്ലാതെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോട് കൂടെ നമുക്ക് എങ്ങനെയാണ് ഐബ്രോസ് ഷേപ്പ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഇപ്പൊ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. ഒരെണ്ണം പോലും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലക്കറാണ് വേണ്ടത്. ഇപ്പം എൻ്റെ ഐബ്രോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, അത്യാവശ്യം നല്ല നല്ല വൃത്തികേടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതുപോലൊരു ലൈനർ വേണം. അത് ഏതായാലും മതി, ലിപ്പ് ലൈനറോ ഏതായാലും മതി. ഞാനിവിടെ ഒരു ലോറിയലിൻ്റെ ഒരു ലൈനറാണ് എടുക്കുന്നത്, ഐ ലൈനറാണ് എടുക്കുന്നത്. പെൻസിൽ പോലത്തെ അങ്ങനെ ഐ ലൈനറില്ലേ, അതാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് നമ്മുടെ ഐബ്രോസ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഏത് ഷേപ്പിലാണ് നമുക്ക് ത്രെഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഷേപ്പിലോട്ടാണ് ആക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യണ പോലെ ഭയങ്കര ലൈറ്റായിട്ട് ഇട്ടാൽ മതി. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ലൈനറാണ്, എത്ര ലൈറ്റ് ആക്കിയാലും തിക്കായിട്ട് തന്നെ വരും. അപ്പോൾ അങ്ങനെ ഒരു ലൈനർ വെച്ചിട്ട് ഞാൻ താഴെയും മേലെയും നല്ലൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഒരു സൈഡ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കി, മറ്റേ സൈഡും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഐബ്രോസ് രണ്ട് ഷേപ്പാണ്, രണ്ടും നല്ല ഗ്യാപ്പ് കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു സൈഡിൽ നല്ല അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. എന്നാലും ഞാനതൊന്ന് ഇങ്ങനെ കുറച്ചൊന്ന് ലെങ്ത്തിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പ്ലക്ക് ചെയ്യുമ്പോൾ അധികം വേദന ഇല്ലാണ്ടിരിക്കാനാണ്. ഇതുപോലൊരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രണ്ടിലുള്ള ഹെയറൊക്കെ ഇങ്ങനെ ബേബി ഹെയർസ് ആട്ടോ, ഭയങ്കര ലൈറ്റായിട്ടുള്ള ഹെയർസാണ്, അതെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഒന്ന് മുകളിലോട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ടാണ് ഞാനിങ്ങനെ പ്ലക്ക് ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം വേദന ഉണ്ടാവില്ല, വേദന ഉണ്ടാവും എന്നാലും അത്രയും വേദന ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഡയറക്ഷനിൽ തന്നെ നമ്മൾ പ്ലക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേദന കുറവായിരിക്കും, നല്ല ഈസി ആയിട്ട് നമുക്ക് അത് റിമൂവ് ആവും ചെയ്യും. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് സ്കിന്നിലോടൊന്നും പ്ലക്ക് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ മുറിവൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ്, നമ്മൾ പതുക്കെ ചെയ്താൽ മതി. ഞാനിപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ എനിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത്യാവശ്യം എൻ്റെ ഹെയറൊക്കെ താഴത്തെ ഹെയറൊക്കെ പോയിട്ടുണ്ട്, റൈറ്റ് ഐബ്രോയിലുള്ള താഴത്തെ ഹെയറൊക്കെ അത്യാവശ്യം പോയി, അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പതുക്കെ ചെയ്താൽ മതി, നിങ്ങൾ ടൈം എടുത്ത് ചെയ്യുക. പിന്നെ അടിയിലൊക്കെ അത്യാവശ്യം നല്ല ഉണ്ട്, അതൊക്കെ കളഞ്ഞാൽ തന്നെയാണ് നല്ല വൃത്തിയായിട്ട് വരുള്ളൂ. അപ്പോൾ അടിയത്തെ ഹെയറും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്, അത് അത്യാവശ്യം കുറച്ച് വേദന എടുക്കും കേട്ടോ. അവിടുത്തെ ഹെയർ കളയുമ്പോൾ നമുക്ക് കുറച്ച് വേദന എടുക്കും. ഞാൻ മേൽഭാഗത്താണ് ചെയ്യണത്. മേൽഭാഗത്ത് എനിക്ക് ബേബി ഹെയർസ് ഉണ്ട് നന്നായിട്ട്. നമ്മുടെ വീഡിയോയിൽ അത്രയും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കുഞ്ഞു കുഞ്ഞു ഹെയർസാണുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ വരച്ച ഔട്ട്ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തുനിന്ന് മാക്സിമം എടുക്കാനായിട്ട് നോക്കുക. അത് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോംബ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ അത്ര ഹെയർ ഇല്ലാത്തത് കൊണ്ട് അത്രയും പ്രശ്നമില്ല. പക്ഷേ നല്ല തിക്കായിട്ടുള്ള ഹെയർസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്നും ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര നല്ലതാണ്. ഇപ്പം എൻ്റെ ഈ ഒരു ഐബ്രോ റൈറ്റ് സൈഡിലുള്ള ഐബ്രോ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലും കൂടി എടുക്കുന്നുണ്ട്. പറഞ്ഞ പോലെ കുറച്ചിങ്ങനെ വലിച്ചു പിടിക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ കോംബ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ.
എന്നിട്ട് ഇങ്ങനെ ഓരോ ഐബ്രോസ് ആയിട്ട് എടുക്കുക. വളരെ പതുക്കെ തന്നെ എടുത്താൽ മതി. താഴെയാണല്ലേ നമുക്ക് കുറച്ച് വേദന എടുക്കുക, താഴെയും അടിഭാഗത്തുമായിട്ടാണ് നമുക്ക് കുറച്ച് വേദന എടുക്കുക. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പതിയെ പതിയെ ഇങ്ങനെ എടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം സഹിക്കാൻ പറ്റാത്ത വേദനയെന്ന് തോന്നുന്നെങ്കിൽ ടാൽക്കം പൗഡർ കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഐബ്രോസൊക്കെ നമുക്ക് അത്യാവശ്യം സഹിക്കാവുന്ന വേദന തന്നെ ഉണ്ടാവുള്ളൂ. കണ്ടോ, നമ്മൾ ഓരോ ഹെയറും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ആ ഒരു ഔട്ട്ലൈൻ കൊടുത്തതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും നമ്മൾ വലിച്ചെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ ഷേപ്പ് മാറിപ്പോട്ടെ. ഐബ്രോ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അങ്ങനെയല്ലാതെ ഓരോ ഐബ്രോസ് ആയിട്ട് ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ചധികം ടൈം എടുക്കും ഇത്. എനിക്കിതെടുക്കാനായിട്ടൊരു 15 മിനിറ്റൊക്കെ വേണ്ടി വന്നുള്ളൂ. കാരണം നമുക്ക് കുറച്ച് നമ്മുടെ കൈയൊന്ന് വഴങ്ങി വന്നിട്ടുണ്ട് അതിനോട്, അതായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്താൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. അല്ലാതെ പെട്ടെന്ന് ധൃതിയിലെടുത്ത് നമുക്കിങ്ങനെ നമ്മുടെ സ്കിന്നൊന്നും കൊണ്ടുപോയി ഇങ്ങനെ വലിക്കാനൊന്നും പാടില്ല. ഭയങ്കര ലൈറ്റായിട്ട് എടുക്കുക. കണ്ടോ, മേലെ ഐബ്രോൻ്റെ മേലെ കണ്ടോ നല്ലോണം ബേബി ഹെയർസ് ഉണ്ട് എനിക്ക്. ഇപ്പോൾ കുറച്ചും കൂടെ വലുതായതാണ്, അത്യാവശ്യം നല്ലോണം ഹെയർസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാർലറിൽ പോയാൽ ഞാൻ അതൊന്നും എടുക്കാനായിട്ട് സമ്മതിക്കാറില്ല, മേലത്തെ ഹെയർ. പിന്നെ ഞാൻ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു മേക്കപ്പ് സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഐബ്രോ നമ്മളൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തില്ലേ, അതിൻ്റെ ആ ഒരു ഡാർക്ക്നെസ്സാണ്. ഇതിപ്പോൾ ശരിക്കും നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇത്രയും തിക്കില്ല കേട്ടോ, എൻ്റെ ഹെയർ ഇത്രയും തിക്കില്ല. അത് നമ്മൾ ആ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തില്ലേ, അതിൻ്റെയാണ് ആ ഒരു തിക്നെസ്സും ആ ഒരു നല്ല ഭംഗിയായിട്ടിരിക്കണം. എൻ്റെ ഐബ്രോ ഇത്ര തിക്കൊന്നുമല്ല, ഭയങ്കര നേരിയത് തന്നെയാണ്. കണ്ടോ, അവിടെ ഞാൻ അത്യാവശ്യം നല്ല കയറ്റി എടുത്തിട്ടുണ്ട്. ഐബ്രോ നല്ലോണം ബേബി ഹെയർസ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നല്ല വേദനയുണ്ട്. ഞാൻ മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ലൈനറിൻ്റെ ബാലൻസ്, അത് ഞാൻ റിമൂവ് ചെയ്ത് കളയാണ്. നല്ല വേദനയാണ് കേട്ടോ, കാരണം നമ്മളിങ്ങനെ വലിച്ചെടുത്തിട്ട് ഇപ്പം തന്നെ നമ്മൾ എടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല നീറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ഐബ്രോ, ഫില്ല് ചെയ്യാത്ത നമ്മുടെ ഐബ്രോ. ഭയങ്കര നേരിയതായിട്ടുള്ള ഒരു ഐബ്രോ ആണ്. ഞാനിനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വലിച്ചെടുത്ത് കുറച്ച് വേദനയൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ വീണ്ടും ഇത് വെച്ചിട്ട് കോംബ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലുള്ളൊരു ചെറിയ സിസേഴ്സ് എടുത്തിട്ട് നമ്മൾ മേലേക്ക് കോംബ് ചെയ്യുക. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഐബ്രോസിന്. അപ്പോൾ അതിങ്ങനെ എക്സ്ട്രാ ലെങ്ത്തിൽ വരുന്നില്ലേ, അത് നിൽക്കും. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളയാം. ഇപ്പം എൻ്റെ ഈ ഒരു ഐബ്രോ ഇത് എപ്പോഴും ലെങ്ത്ത് കൂടുതലാണ്. അത് എന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. ആ ഒരു ഭാഗത്ത് എപ്പോഴും ലെങ്ത്ത് കൂടുതലാണ്. എന്നിട്ട് നമ്മളിങ്ങനെ മേലേക്ക് കോംബ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കോംബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ കറക്റ്റ് ഐബ്രോൻ്റെ ഷേപ്പ്. അങ്ങനെ നമ്മൾ കോംബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഒരു മസ്കാരയുണ്ട്, മസ്കാരയൊന്നുമില്ല, കാലി ബോട്ടിലാണ്, അത് വെച്ചിട്ട് വീണ്ടും ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ മസ്കാരയൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയരുത് കേട്ടോ, പഴയത് യൂസ് ചെയ്യാത്തത്. നമുക്ക് നമ്മുടെ സ്പൂലി ബ്രഷിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. നല്ലൊരു നാച്ചുറൽ ലുക്കാണ് കിട്ടുക ഇങ്ങനത്തെ ബ്രഷ് വെച്ചിട്ട്. ബ്രഷ് അല്ല, ഈ ഒരു മസ്കാരയുടെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് കിട്ടും. കണ്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല, ഭയങ്കര നാച്ചുറലായിട്ട് തന്നെ തോന്നും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ നമ്മുടെ ഐബ്രോ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് തിക്കായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് തമ്മയിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വേഗം കാണാം. ബൈ.